ഹലോ കൂട്ടുകാരെ, നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തിൽ മോഷണം നടത്തിയ ചില ആളുകളെ പറ്റിയും സിനിമയെ മുഴുവനും കാണാതെ ഗേൾഫ്രണ്ടിനെ കുടുക്കിയ ബോയ് ഫ്രണ്ടിനെ പറ്റിയും മോഷ്ടിക്കാൻ പോയ സ്ഥലത്തിൽ മോഷണം നടത്താതെ ഒരു റോമിയോവിനെ പോലെ പുറത്തു വന്ന ഒരു റോമിയോവിനെ പറ്റിയും അവരുടെ മാസ്റ്റർ പ്ലാൻ എങ്ങനെ കുടുങ്ങിയെന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ തെളിയിച്ച് കാണാം. സീരിയസ് ആയും പറയുന്നു, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണുന്ന എല്ലാ കള്ളന്മാർക്കും നിങ്ങൾ സല്യൂട്ട്. സോ വീഡിയോവിനെ ഏതൊരു സ്ഥലത്തും സ്കിപ്പ് ചെയ്യാതെ നോക്കൂ. എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി. കള്ളനാണെങ്കിലും ദൈവത്തിന്റെ മേൽ ഭയമുണ്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. ആർക്കും അറിയാതെ കടയുടെ ഉള്ളിലേക്ക് ടേബിളൊക്കെ ചവിട്ടി നീക്കി ഉള്ളിലേക്ക് കയറിയപ്പോൾ ആ ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഫോട്ടോ താഴോട്ട് വീണു. ഉള്ളിലേക്ക് കയറിയതും ദൈവത്തിന്റെ ഫോട്ടോ എടുത്ത് അയാൾ എങ്ങനെ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് നോക്കൂ. എന്താടാ ഇങ്ങനെയൊക്കെ ഇറങ്ങിയല്ലോ. പോകുന്ന വഴിയിൽ ഏതോ ഹോർൺ അടിക്കുന്നത് പോലെ ആ വല്യമ്മയുടെ ചെയിൻ അയാൾ എങ്ങനെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് നോക്കൂ. ആൻഡ് ഇതുപോലെ നടന്ന മറ്റു ചില വീഡിയോസിനെ കണ്ടു നോക്കൂ. പാവം പെണ്ണുങ്ങൾ എങ്ങനെ പുറത്തു പോവാനാ? ഏതോ ഫ്രീലാൻസിംഗ് ബിസിനസ് ചെയ്യുന്നത് പോലെ എല്ലാവരും വന്ന് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു. മോഷണത്തിൽ എന്താടാ ആണും പെണ്ണും? മോഷണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെയ്യണം. എങ്ങനെ ഈ കപ്പിൾസ് മോഷണത്തിനെ അവരുടെ കപ്പിൾ ഗോൾസായി കൊണ്ടു നടക്കുന്നു എന്ന് നോക്കൂ. ബ്രസീലിൽ നടന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി ഞാൻ എന്ത് പറയാനാ? മോഷ്ടിക്കാൻ വന്ന നേരത്തെ ചെക്കൻ ബൈക്കിന്റെ ലോക്കൊക്കെ പൊട്ടിച്ച് ബൈക്കിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പക്ഷെ പെണ്ണ് അതേ സ്ഥലത്ത് അവളുടെ വണ്ടി സ്റ്റാർട്ട് ആകാതെ കുറെ നേരം വെയിറ്റ് ചെയ്തത് കൊണ്ട് ബൈക്കിന്റെ ഓണർ വന്ന് അവളാണ് കള്ളൻ എന്ന് പറഞ്ഞ് എങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് നോക്കൂ. ഇതാണ് റീൽസിന്റെ എഫക്ട്. ഇത് നമ്മളെ അങ്ങാടിയാടാ എന്ന് വിചാരിച്ച് ആ കുട്ടി റീൽസ് കണ്ടുകൊണ്ടിരുന്ന നേരത്ത് ഞങ്ങളും ഈ അങ്ങാടിക്കാർ തന്നെ എന്ന് പറയുന്നത് പോലെ ആ കുട്ടിയുടെ മൊബൈലിനെ എങ്ങനെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന് നോക്കൂ. റീൽസിലാണ് ആ മോഷണം നടക്കുന്നത് എന്ന് വിചാരിച്ച് ആ കുട്ടി പിന്നീട് മൊബൈൽ അവർ തട്ടിക്കൊണ്ടുപോയി എന്നത് അറിഞ്ഞതും എന്താണ് അവൾ കാട്ടുന്നത് എന്ന് കണ്ടു നോക്കൂ. അത് അവളോതാ ടൈം മുടിഞ്ഞത്. വാ, ഗേറ്റിനെ ക്ലോസ് ചെയ്യാൻ പോയത് ഒരു കുറ്റമാണോ? അതിന്റെ ഉള്ളിൽ ആ കാർ നീ മോഷ്ടിച്ചു കൊണ്ടുപോയല്ലോ എന്ന് ആ സ്ത്രീ കരയുമെന്ന് നോക്കിയാൽ അവിടെ നടന്നത് മുംബൈയിലെ ഒരു ഫ്ലാറ്റിലേക്ക് മോഷ്ടിക്കാൻ പോയ ഒരാൾ അവിടെ തനിച്ചുണ്ടായിരുന്ന ഒരു ലേഡിയെ കെട്ടിയിട്ട് വീട് മുഴുവനും തെരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, ലേഡിയെ കാണാൻ കൊള്ളാമെന്ന് വിചാരിച്ച കള്ളൻ ആ ലേഡിയുടെ മുഖത്തിൽ ഒരു ചുംബനം കൊടുത്ത് അയാൾ അവിടെ നിന്ന് മടങ്ങി. അടുത്ത ദിവസം പോലീസ് അയാളുടെ ചന്തിക്ക് കൊടുത്ത് അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വെറും ഒറ്റ ദിവസം മാത്രമേ കാറിനെ പുറത്ത് പാർക്ക് ചെയ്തത്. കാറിനെ മോഷ്ടിക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ട് കാറുടെ 4 ടയറിനെയും മോഷ്ടിച്ചു. ഇതെങ്കിലും കുഴപ്പമില്ല, എന്റെ ബൈക്കിനെ മോഷ്ടിക്കരുത് എന്ന് വിചാരിച്ച് പോസ്റ്റ് കമ്പിയിൽ കെട്ടിവെച്ച് പോയതാ. അതിന്റെ സ്ഥിതി ഫൈൻ ഫൈൻ ഫൈൻ. ഇതുവരെക്കും നിങ്ങൾ കണ്ടതൊക്കെ വെറും ട്രെയിലർ മാത്രമേ ഉള്ളൂ. മെയിൻ പിക്ചർ വേണമെങ്കിൽ കമന്റിൽ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യുക. പാർട്ട് 2 കാണുവാൻ വേണ്ടി നമ്മളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.